അനീഷനാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനോട് പറഞ്ഞിട്ടില്ല. ഇനാഗുറേഷന് പോയിട്ട് അവർ ഹോട്ടൽ റൂം കുറച്ച് നേരത്തേക്ക് ഹോട്ടൽ റൂം എടുപ്പിച്ചെന്നും പറഞ്ഞിട്ട് പൊന്നെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി കുറച്ച് നേരത്തേക്ക്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അനീഷിന്റെ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോള്. പുള്ളിക്കാരിന്റെ അടുത്ത് ഇന്നലെ ഒരു സ്റ്റേജ് ഷോന്റെ സമയത്ത് ഏതോ ഒരു വ്യക്തി അനീഷുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയുണ്ടായി. അതിനുള്ളൊരു മറുപടിയാണ് അനുമോൾ ആ സ്റ്റേജിൽ വെച്ച് അത്രയും ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചോദ്യം എങ്ങനെയായിരുന്നു? അനീഷിനെ അനുമോള് തേച്ചോ എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അതിന് ശക്തമായ രീതിയിൽ തന്നെ അനുമോള് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ മറുപടിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്തേക്കാം. നിങ്ങൾ ഫസ്റ്റ് വ്യൂവിൽ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളിടുന്ന വീഡിയോസിനൊക്കെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ 100-200 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു പോയി. ആ മിസ്റ്റേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വ്യൂസ് ഭയങ്കര ഡൗൺ ആണ്. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാഗ്രഹമാണോ എന്ന് ആൾക്കാർ പറയുമെന്നറിയില്ല, എന്നാലും പറഞ്ഞേക്കാം, ഒന്ന് കേട്ടേക്കാട്ടോ. നമ്മൾ വീഡിയോസ് ഇട്ട സമയത്ത് അതിനകത്ത് റീച്ച് കുറവുള്ള, അതായത് വ്യൂസ് കുറവുള്ള വീഡിയോസ് കാര്യങ്ങളുണ്ടായിരുന്നു. 95 വ്യൂസ് 100 വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ടല്ലോ പഴയതൊക്കെ. ഞാൻ എൻ്റെ പൊട്ട ബുദ്ധിക്ക് അതെല്ലാം അങ്ങോട്ട് സമയം കിട്ടുമ്പോൾ 2 ദിവസം കൊണ്ട് ഒരു 10-15 വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ലോങ് വീഡിയോസ്. അതെൻ്റെ ചാനൽ അനലറ്റിക്സിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് പണ്ടത്തെ അത്ര അങ്ങോട്ട് പോണില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്ന് പുഷ് ചെയ്ത് തരാം, ഓക്കെ? അപ്പം നമുക്ക് എന്തായാലും അനുമോളോട് സ്റ്റേജിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യത്തിലോട്ടും അനുമോള് കൊടുക്കുന്ന മറുപടിയിലോട്ട് പോവാം. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. ഈ ഒരു കോംബോ എന്ന് പറയുന്ന ഈ ഒരു സാധനം ബിഗ് ബോസിനകത്തും ചർച്ചയായ കാര്യമാണ്. കാരണം ഏതോ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് അപ്പാനി പോയി പറയണ്ടായി, നീ ഒരുത്തന്റെ ജീവിതം പുറമെ തൊലച്ചിട്ടില്ലേടി എന്നൊക്കെ അനുമോളെ ബ്ലെയിം ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർ മാജിക്കിലെ തങ്കച്ചനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. ഗെയിം കളിച്ച് അയാളെ അങ്ങോട്ട് പറ്റിച്ചു എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടായിരുന്നത്. അത് പുറത്തും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ ഇവിടെ അനുമോൾ തന്നെ പറയുന്നുണ്ട് സിസ്റ്ററും ബ്രദറും അവരെന്നുള്ളത്. ഈ ആ ഒരു ഷോക്കകത്ത് അതിൽ പല ആൾക്കാരുടെ ഇടയിലും കോംബോയും കാര്യങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അത് ഗെയിമിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അനുമോളും തങ്കച്ചനും എന്ന് പറയുന്ന ആ ഒരു കോംബോ ക്ലിക്കായിപ്പോയി. അവര് കാണിക്കുന്ന ഗെയിം ഷോസിലും അല്ലാണ്ട് അവരെടുക്കുന്ന സ്ക്രിപ്റ്റിലും എല്ലാ കാര്യങ്ങളിലും തക്സിലാവട്ടെ അതിൽ വരെ ഈ അനുമോള് തങ്കച്ചൻ സാധനം ക്ലിക്കായി പോയതിനു ശേഷം പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്യായിരുന്നു. അത് ചാനൽ റേറ്റിങ്ങിനും ചാനലിന്റെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, അവരുടെ ഏണിങ്സിനും കാര്യങ്ങൾക്കും വ്യൂസിനും അല്ലാണ്ട് ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ അനുമോളും തങ്കച്ചനും തമ്മിൽ പ്രണയമായിട്ട് അനുമോള് കൊണ്ടുപോയി തങ്കച്ചനെ തേച്ചു എന്നല്ല അവിടെ കാര്യം. അനുമോളേക്കാൾ എത്രയോ പ്രായത്തിന് മൂത്തതാണ് തങ്കച്ചൻ. അവർക്ക് ആ ഒരു ഏജ് ഡിസ്റ്റൻസ് അവരുടെ ഇടയിൽ അറിയാം. അവര് ചാനലിലും പ്രോഗ്രാമിനും വേണ്ടി സ്റ്റേജിൽ വെച്ച് കാട്ടിക്കൂട്ടുന്നത് വെച്ചിട്ട് നിങ്ങൾ അവരുടെ വെളിയിലെ ലൈഫ് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഞാനതെന്റെ പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വേറെ ഇത് വേറെ. നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ട് നീ തങ്കച്ചനെ തേച്ചില്ലേന്ന് പറഞ്ഞ അനുമോളെ നെഞ്ഞത്തോട്ട് കയറുന്നത് ശരിയല്ല. അനീഷോട് തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോളെന്ന്. പക്ഷെ ഈ അനീഷേട്ടന്റെ അനിയത്തിക്കുട്ടി എന്ന് പറയുന്ന പരാമർശം ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു 2-3 സ്ഥലത്തൊക്കെ. ഷാനവാസൊക്കെ ഉള്ള സമയത്ത് ഷാനവാസിന്റെ തോളത്ത് കൈയിട്ടിട്ട് അനുമോളോട് അനിയത്തിക്കുട്ടിയാണ് എന്നൊക്കെ അനീഷ് പറയുന്ന രംഗങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കാര്യങ്ങൾ വഴിതെറ്റിപ്പോയത് അനുമോൾക്ക് അനീഷിനോട് ഉണ്ടായിരുന്ന ഒരു അപ്രോച്ച് ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരി തമാശയ്ക്ക് പല കോപ്രായങ്ങളും ഗോഷ്ഠികളും പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ചായ കൊണ്ടു കൊടുക്കുന്നു, നാണിക്കുന്നു, കിച്ചണിൽ വെച്ച് പല കാര്യങ്ങൾ പറയുന്നു, ആക്ഷൻസ് കാണിക്കുന്നു, ഫ്ലൈങ് കിസ് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ കണ്ട സമയത്ത് പുള്ളിക്കാരന്റെ ലോല ഹൃദയം അനുമോൾക്ക് തന്നോട് പ്രണയമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും പിന്നീട് അനുമോളെ പോയി പ്രപ്പോസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു ഹാഫ് മിസ്റ്റേക്ക് അനുമോക്കുണ്ട്. അത് അനുമോള് ആദില നൂറേന്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അയ്യോ അങ്ങനെയൊക്കെ ചെയ്ത് മോശമായിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അനുമോക്ക് റിഗ്രറ്റ് ഉണ്ട്. കാരണം അവള് തമാശയ്ക്ക് ചെയ്ത കാര്യമാണ് അവിടെ സീരിയസ് ആയി പോയത്. അത് വെളിയിൽ വല്ലാത്ത രീതിയിൽ ചർച്ചയാവുകയും അനീഷ് ഫാൻസ് എല്ലാം അനുമോൾക്ക് ഹേറ്റേഴ്സ് ആവുകയും അനുമോളെ ഒരു തേപ്പുകാരിയെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി, ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അനീഷനാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ അനീഷിന് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ചേട്ടാ മുങ്ങിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ്. കേൾക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതിന്റെ തെറ്റാണോ? അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. അതെ, പ്രപ്പോസ് ചെയ്ത് അനീഷ് തന്നെയാണ്. പക്ഷെ പ്രപ്പോസ് ചെയ്യാനുണ്ടായ പശ്ചാത്തലം അനുമോളുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അത് നമ്മൾ നോ എന്ന് പറയുന്നില്ല. പിന്നെ
അനീഷ പ്രപ്പോസ് ചെയ്ത സമയത്ത് അനു നോ എന്നും പറഞ്ഞിട്ടില്ല. അതും ശരിയാണ്. അനുമോൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഒരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ സമയം വേണം, 2 വർഷം വേണം, എനിക്ക് കുറച്ച് ഫിനാൻഷ്യലി ഇങ്ങനെ ഒന്ന് നിൽക്കണം, അതിനുശേഷമൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ എന്ന് അനുമോൾ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അനുമോൾ എന്താണോ പറയുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ട് കേൾക്കാൻ മനസ്സ് കാണിക്കാതെ അനീഷ് അവിടെ നടന്നു പോകുമായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവമുള്ളത് തന്നെയാണ്. നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ്. അയാൾ എഴുന്നേറ്റ് പോയത് ഒരുപക്ഷെ അയാളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അനുമോൾ അവിടെ ഒരു ക്ലിയർ കട്ട് നോ പറഞ്ഞു, സമയം വേണം, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു നോയായി കണക്ക് കൂട്ടി. പിന്നെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ ഒരു ചർച്ചയാക്കാനോ അതൊരു കണ്ടന്റ് ആക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അനീഷ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ രണ്ടുപേരുടെ വശവും നോക്കണം. അപ്പോൾ അനുമോൾ ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ തേപ്പുകാരിയാണോ നിങ്ങൾ പറ, ഞാൻ തേപ്പുകാരിയാണോ നിങ്ങൾ പറയുന്നത്. തേപ്പുകാരിയൊന്നുമില്ല, പക്ഷെ അതിൽ അനുമോൾക്ക് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മറച്ചു വെക്കാനും പറ്റില്ല. കാരണം ആശ കൊടുത്തത് അനുമോളാണ്, അല്ല എന്ന് പറയുന്നില്ല. കാരണം അത് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് റീ എൻട്രി ചെയ്തിട്ടുള്ള അത്രയും കണ്ടസ്റ്റൻസ് അനുമോളെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബ്ലെയിം ചെയ്തിട്ടുള്ള കാര്യമാണ്. അനീഷിനെ പുറകെ നടക്കുകയും ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്ത സമയത്ത് അനുമോളെ കണ്ണിൽ തെറ്റായി തോന്നി, പക്ഷെ അനുമോളെ ചെയ്തപ്പോൾ റൈറ്റായി തോന്നി. ബിൻസിയ പറഞ്ഞ പോയിന്റ് തന്നെയായിരുന്നു. കാരണം അനീഷിനെ ആശ കൊടുത്ത് അങ്ങനെയാക്കി. അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോൾ നോ പറഞ്ഞു, അയാളെ മാനസികമായി തകർത്തു, അയാളുടെ ഇമേജിനെ അത് ബാധിച്ചു. അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ അനുമോൾ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു, ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ലായിരുന്നു, തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് അവിടെ ഒരു റിഗ്രറ്റ് ഉണ്ട്. അത് നമ്മൾ കാണാണ്ട് പോകരുത്. പുള്ളിക്കാരി നോ എന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം അഥവാ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ യെസ് പറയാനുള്ള സാധ്യതകളുണ്ട്. അനീഷ് എന്തായാലും ഇപ്പം പണ്ടത്തെ കാര്യങ്ങൾ എനിക്ക് അതിലൊരു റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ പുള്ളിക്കാരനോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയ കാര്യങ്ങളൊന്നും ചെകഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കാനോ ലൈവിൽ കയറി വന്ന് അത് തുറന്ന് പറയാനോ ഓൺലൈൻ മീഡിയാസ് വന്ന് ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ അവർക്ക് ബൈറ്റ് കൊടുക്കാനോ ഒന്നും നിൽക്കാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യാണ്ട് നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. ആൾ നല്ലൊരു ജെന്യുവൻ പേഴ്സണാലിറ്റി തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസി എല്ലാം കൂടെ ഈ ആർജെ ബിൻസി എല്ലാം കൂടെ കയറിയിട്ട് റീ എൻട്രി ചെയ്ത സമയത്ത് അതിനകത്ത് പോയിട്ട് കുളം കലക്കിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കപ്പ് അനീഷിൻ്റെ കയ്യിൽ ഇരുന്നേനെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ അപ്പാനി ശരത്തും ആർജെ ബിൻസിയും ശൈത്യ ആദില നൂറ ഇവരെല്ലാവരും കൂടെ പോയിട്ട് അനുമോളെ ആ ഒരു 1 വീക്കിൽ അവിടെ ഇട്ട് കൊത്തിപ്പറിച്ചതിൻ്റെ ഫലമായിട്ടാണ് അനുമോൾക്ക് ആ കപ്പ് കിട്ടിയത് എന്നും നമുക്കറിയാം. എന്താണെങ്കിലും പോട്ടെ, കപ്പ് അനുമോള് കൊണ്ടുപോയി. അനീഷും ഹാപ്പിയാണ്, അനുമോളും ഹാപ്പിയാണ്. ഇനി അവരുടെ ലൈഫിനകത്തോട്ട് തലയിട്ട് മൂക്കിട്ട് നോക്കാണ്ട് അവരവരുടെ വഴിക്ക് തന്നെ പോട്ടെ. അവർ സ്റ്റേജിലൊക്കെ വരുന്ന സമയത്ത് ഈ വക ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോൾ ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ മീഡിയാസും കാര്യങ്ങൾക്കും അവർ ഇൻ്റർവ്യൂ കൊടുക്കാണ്ട് മാന്യമായ രീതിയിൽ ലൈവിലും കാര്യങ്ങളും ചോദിക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് സ്റ്റേജ് ഷോയിലും ഇനാഗുറേഷൻ ടൈമിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അനുമോൾ PR-നെ കുറിച്ചിട്ട് അവരുടെ വീട്ടിലൊരു ചെറിയൊരു വ്ളോഗിൻ്റെ സമയത്ത് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് പ്ലേ ചെയ്തേക്കാം. ഞാൻ മറന്നുപോയതാണ് കേട്ടോ. ആ ഒരു ചെറിയ ഭാഗം കൂടെ ഒന്ന് കണ്ടേ. കാരണം PR-ന്റെ കാര്യം എങ്ങനെയാണ് വന്നത് എന്നും അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കേട്ടെ. 16 ലക്ഷം PR കൊടുത്തിട്ടേ എന്റെ കുറെ പേര് ചോദിച്ചേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഒരു തരത്തിൽ പറഞ്ഞ ഒരു തരം എച്ചിയാണ് അനുസരിച്ച് സത്യം പറഞ്ഞത്. 14 ലക്ഷം PR കൊടുത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത്. അത് സത്യം പറഞ്ഞാൽ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം അനുസരിച്ച് സ്വഭാവം. എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി അധികം പൈസ ചിലവാക്കി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇനാഗുറേഷന് പോയിട്ട് അവർ കുറച്ച് നേരത്തേക്ക് ഹോട്ടൽ റൂം എടുപ്പിച്ചെന്നും പറഞ്ഞാൽ എന്റെ പൊന്നെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. കുറച്ച് നേരത്തേക്ക് അവര് ഹോട്ടൽ റൂം എടുത്ത് എന്തിനാണ് അവർ അത്രയും പൈസ പറഞ്ഞത്. കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പൈസ ചിലവാക്കാൻ ഏതായിട്ടുള്ള അനുസരിച്ച് 14 ലക്ഷം കൊണ്ടുവന്നപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു. ഈ 14 എവിടെ വന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, അനുമോള് ഭയങ്കര പിശിക്കാണ്. അതായത് പൈസ അങ്ങനെ ഇങ്ങനെയൊന്നും ചെലവാക്കത്തില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഈ ഒരു ഹോട്ടലിൽ റൂം എടുത്തതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ അത്രയും പിശിക്കായിട്ടുള്ള ഒരാൾ 16 ലക്ഷം PR കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയ അൺബിലീവബിൾ ആയിരിക്കുമെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. സത്യമായിരിക്കും. കാരണം അനുമോള് എന്താണ് അവർ തന്നെ പറയുന്നുണ്ട്, വളരെ താഴ്ന്ന ഗതിയിൽ നിന്നും ഇങ്ങനെ ഇത്രയും ഉയർന്നൊരു അവസ്ഥയിലോട്ട് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പം പൈസേൻ്റെയും ഫുഡിൻ്റെയും ഒക്കെ വാല്യൂ വളരെ അധികം അറിയാം. അങ്ങനെയുള്ള ഒരാൾ എന്താണെങ്കിലും ജയിക്കാൻ വേണ്ടി 16 ലക്ഷം PR കൊടുത്തിട്ട് അതൊന്നും ചെയ്യും എന്ന് ഞാനും കരുതുന്നില്ല. അവരും അതല്ല എന്ന് തന്നെയാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വിനു ഇതുവരെ PR 16 ലക്ഷം തന്നു എന്ന് പറഞ്ഞിട്ട് വിനു രംഗത്ത് വന്നിട്ടില്ല. ആസ്പദമായ തെളിവുകളും പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അനുമോള് 16 ലക്ഷം PR കൊടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ നാളെ വിനു എന്തെങ്കിലും തെളിവോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഗ്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം അനുമോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. റൗണ്ട് ഫിഗർ 25 ലക്ഷമോ 10 ലക്ഷം എമൗണ്ട് കാര്യമേ ഞാൻ എടുത്ത് 15 ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുമ്പോൾ ഞാൻ PR ചോദിച്ച സമയത്ത്, അതായത് PR-ന്റെ കുറെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ എന്റെ പാച്ചി കൊണ്ടുവയ്ക്കും. അപ്പം വന്ന സമയത്ത് 15 ചോദിച്ചത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ PR-ന്റെ കാര്യം പറയാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല, അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എല്ലാവരും ചെന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എനിക്ക് PR ഉണ്ട്, സോറി മൈക്കില്ലല്ലോ, എനിക്ക് PR ഉണ്ട്, എൻ്റെ അടുത്ത് ഇത്ര ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനാണ് കൊടുത്തു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ച ആൾക്ക് ഞാൻ പറഞ്ഞു
ഇത്ര ഇല്ലാന്ന് അയാൾ പറഞ്ഞു. പിന്നെ അയാൾക്ക് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ അയാൾ മനസ്സിലായി അത്രയും ഒരു പിന്നെ പുള്ളി എൻ്റെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഞാനും സൈഡിൽ കൂടെ പോവുകയും ചെയ്തു. ഇത് ഞാൻ ബിഗ് ബോസ് എത്തുന്ന എല്ലാവരും ഞാൻ പറഞ്ഞു എനിക്ക് PR ഉണ്ട്, എൻ്റെ ഇത്ര രൂപയാണ് ചോദിച്ചത്, ഞാൻ കൊടുത്തില്ലെന്നുള്ള കാര്യം പുള്ളിക്കാരൻ്റെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനെ പറഞ്ഞ് 15 ലക്ഷം അതിനിപ്പോ കുഴപ്പമില്ല. ഇവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട് 16 ലക്ഷം PR എൻക്വയറി ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അല്ലാണ്ട് 15 എന്നാണ് ഞാൻ പറഞ്ഞത്. PR ഞാൻ കൊടുത്തു എന്ന് 15 ലക്ഷത്തിന് PR കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്. ഈ PRന്റെ വിഷയം ബിന്നിനോടോ വേറെ ആരോടോ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിതൊക്കെ ഈ ഒരു വീഡിയോസിലും കാര്യങ്ങളും യൂട്യൂബിലെല്ലാം കണ്ടിട്ടാണ് ഞാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെയാണ് അത് ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയ ചർച്ച തന്നെ ആവുന്നത്. എന്താണെങ്കിലും 16 ലക്ഷത്തിന്റെ PR ഒന്നും എന്തായാലും അനുമോൾ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം പുള്ളിക്കാരി ഭയങ്കര പിശുക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്താണെങ്കിലും വിനുവിനെ കട്ട് ചെയ്ത് കളഞ്ഞത് എന്തായാലും നന്നായി. പുള്ളിക്കാരൻ പൈസയായിട്ട് ഇഷ്യൂ ആയിട്ടാണ് ഇവർ തമ്മിൽ അൺഫോളോ അടിച്ചത്, പിരിഞ്ഞത് എന്നൊക്കെ പല ആൾക്കാരും പറയുകയുണ്ടായി. നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിനു അനു കൂട്ടുകെട്ട് ബ്രേക്ക് ആയത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കാരണം വിനു അവരുടെ പല ഇന്റർവ്യൂസിലും PRനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അനുമോൾ PR കൊടുത്തിട്ടാണ് വിൻ ചെയ്തത്, വിനു ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോൾ ജയിക്കില്ലായിരുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ അയാൾ നടത്തുന്നത് കണ്ടായിരുന്നു. അത് അനുമോളുടെ കരിയറിനെ തന്നെ ബാധിക്കും. അപ്പം അങ്ങനെ ഒരാളെ അതിൽ നിന്ന് ഒഴിവാക്കിയതോ അല്ലെങ്കിൽ കുറച്ച് അകറ്റി നിർത്തിയതോ എന്തുകൊണ്ടും ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.